അങ്ങനെ അവിടെ വലിയ പ്രസ്ഥാനമൊക്കെ ആയിട്ട് അവിടെ അടിപൊളിയായിട്ട് എല്ലാ സ്ഥലമൊക്കെ കണ്ട് നടക്കാണില്ലേ. ഹോട്ടലിൽ പോകാൻ നമ്മൾ എന്തോരം സ്ഥലമൊക്കെ കാണാനില്ല. ഇതേവരെ എനിക്ക് 1 മണിക്കൂർ പോലും അങ്ങനെ ഒരു സൈറ്റ് സീയിങ്ങിന് പോകാനുള്ള ദാഹമോ ആഗ്രഹമോ അവസരമോ സമയമോ ഉണ്ടായിട്ടില്ല. ഫ്ലൈറ്റിന് ഇപ്പൊ ഞാൻ ഈ പ്രാവശ്യത്തെ വരേണ്ട സമയത്ത് രാത്രി ഫ്ലൈറ്റിൽ വരാൻ ഞാൻ 5 മണിക്ക് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 3 മണി വരെ ഞാൻ ജോലി തന്നെയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? കിടക്കുന്നത് ആ സ്റ്റുഡിയോയുടെ ക്യാമറയുടെയും ലൈറ്റിൻ്റെയും ഒരുപാട് സാധനങ്ങളും മെഷീനും അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഇത്തിരി സ്ഥലത്തൊരു കടക്കിട്ടുകൊണ്ടാണ് കിടക്കണം. ഇത് ഞാൻ പറയുന്നത് പലരും പറയും, തോമസ് പോൾ ബദല അങ്ങേര് എന്തോ ഒരു കോടീശ്വരനാ, അങ്ങേര് ഇപ്പോൾ ഓസ്ട്രിയ ജർമ്മനിയിൽ, പിറ്റേ ദിവസം പറയും അമേരിക്കയിൽ, പിറ്റേ ദിവസം UK പറയും. എന്തോ ഒരു വലിയ ആളാ. വലിയ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചിന്ത ദൈവീകത ഉണ്ടാവില്ലെന്ന് പറയാം. നമ്മൾക്കുള്ളതെല്ലാം കർത്താവിനുള്ളതാണ്. എന്താ മുടിയനായ പുത്രന്റെ ചേട്ടൻ, അത് നീ പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ചേട്ടൻ പറയാണ്, ഞാൻ ഇക്കാലം അത്രയും അപ്പച്ചന്റെ ദാസ്യവേല ചെയ്തു. എന്ത് ചെയ്തു? കൽപ്പനകളെല്ലാം അനുസരിച്ചു. എന്നിട്ട് എനിക്ക് ഒരാട്ടുകുഞ്ഞിനെ പോലും കെട്ടിയില്ലല്ലോ. അങ്ങയുടെ ഈ മകൻ കണ്ടോ, അത് വിളിക്കുന്നത് അവൻ്റെ കൊടുത്തതെല്ലാം ചൂത് കളിച്ചും വേശുകളോടുകൂടെ ചെലവാക്കി വന്നപ്പോൾ വലിയ കാളക്കുട്ടിയെ കിട്ടി. അവിടെയാണ് അതിൻ്റെ ഫൈനൽ പോയിന്റ്. അപ്പൻ പറയുകയാണ്, മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയല്ലേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. ഈ അറിവ് അവനില്ലാഞ്ഞത് കൊണ്ട് വാസ്തവത്തിൽ ആരാണ് അവിടുത്തെ മുടിയനായ പുത്രൻ? ആരാണ് ആ ചേട്ടൻ? ആ ചേട്ടനാണ് ഇന്നത്തെ സത്യവിദ്യാനി. കാരണം എപ്പോഴും പള്ളിയിൽ, എപ്പോഴും ധ്യാനകേന്ദ്രത്തിൽ, എപ്പോഴും അപ്പച്ചൻ്റെ കൂടെ. പക്ഷേ അവൻ ഇതൊക്കെ ചെയ്യണത് എന്ത് ബോധ്യത്തില്ല. ഇവിടെ വെച്ച് അവൻ അത് കിട്ടും, ഇവിടെ വെച്ച് ഇത് കിട്ടും ഇവന്. എന്നാൽ അപ്പൻ്റെ കൂടെ എപ്പോഴും അവനായിരിക്കും. അവൻ എവിടെയായിരിക്കും? അവൻ അനന്തമായിട്ട് സ്വർഗത്തിലായിരിക്കും. ആ ബോധ്യം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തി. അവിടെയാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം നോക്കി, നമുക്ക് തന്നെ പലപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഒരുപാട് ആൾക്കാരെ നോക്കി, ബിസിനസ്സുകാരെ നോക്കി സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ജോലി ചെയ്ത് ജോലിക്ക് വേണ്ടി പുറം രാജ്യങ്ങളിൽ പോകുന്ന നമ്മുടെ ധാരാളം സഹോദരങ്ങളെ നോക്കി സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇവിടെ കിട്ടുമ്പോൾ എൻ്റെ ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് വിസ കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു. എല്ലാവരും പ്രാർത്ഥിച്ച്, ധ്യാനകേന്ദ്രം പ്രാർത്ഥിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച്, അച്ഛൻ പ്രാർത്ഥിച്ച്, അമ്മായി പ്രാർത്ഥിച്ച് അവിടെ ചെന്നു പ്രൈസ്തലം. പിന്നെ ഇങ്ങോട്ട് പറയാമത്തേക്ക് വിളിക്കില്ല. കാരണം പ്രാർത്ഥിച്ച കാര്യം സാധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നടന്നാൽ പോലെ, നിങ്ങളിവിടെ വന്നിട്ട് എത്ര നാളായി? നിങ്ങൾക്ക് ഒരു വീടൊക്കെ മേടിക്കണ്ടേ? വീടൊക്കെ അങ്ങനെ മേടിക്കാൻ കിട്ടുമോ? പിന്നെ ബാങ്കിൽ പോയി മോർഗേജ് എടുത്തു കഴിഞ്ഞാൽ വീടായില്ലേ, ശമ്പളത്തിൽ നിന്ന് പിടിക്കുള്ളൂ. എന്നാ അങ്ങനെ ചെയ്യാം. പിന്നെ കാറ്, നിങ്ങൾ 2 പേരും ജോലി ചെയ്യല്ലേ, 2 പേർക്കും 2 കാറില്ലെങ്കിൽ അത് നടക്കും. 2 കാർ മേടിക്കാൻ ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു, ഏതായാലും മേടിക്കുമോ, വലുതായിട്ടുള്ളവരും മേടിക്കും. പിള്ളേരില്ലെങ്കിലും പിള്ളേരുണ്ടാവില്ലേ? എന്നാ ശരി, ഇന്ന് നമുക്ക് മറ്റുള്ളവരുടെ വീടുകളൊക്കെ ഒന്ന് കണ്ടുകളയാം മേടിച്ചേക്കണവരുടെ. കണ്ടപ്പോൾ എന്താ, എല്ലാം അടിപൊളി, നല്ല വലിയ ടോയ്ലറ്റിൽ വരെ മുത്ത് പിടിപ്പിച്ചിട്ടുള്ള അലമാരകളാണ്. എന്നെ ഒരാൾ കാണിച്ചത് വീടൊക്കെ. ഞാനിതൊന്നും കാണാറില്ല, പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചത്, കണ്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രയാസമാവെന്ന് ചോദിച്ചിട്ട് അവരൊക്കെ ഒന്ന് കാണിച്ചു തന്നപ്പോൾ ടോയ്ലറ്റിൽ കൊടുത്ത്, ബ്രദറെ ഇത് ഇറ്റലിയിൽ വന്നിട്ടുള്ള മുത്താണ്ടായിരുന്നു. ടോയ്ലറ്റിലെ ഡ്രോയർ കാണിച്ചു തരാം. എനിക്ക് സങ്കടം പറയായിരുന്നു. നമ്മുടെ മലയാളി വളരെ ജ്ഞാനിയായിട്ടുള്ള മനുഷ്യർ. എന്നെ കേൾക്കുന്ന ഫോറിനിലുള്ളവരെ ക്ഷമിക്കണം, ഇത് ക്യാമറയിൽ ഞാൻ പറയാനുണ്ട്, ഇവർ കാണുമ്പോൾ. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണിത്.
നമ്മൾ ഈ കഷ്ടപ്പെട്ട് അവിടെ പോയി നെറ്റിയിലെ വേർപ്പ് കൊണ്ട് നേടുന്ന ഈ കാശ് ടോയ്ലറ്റിൽ മുത്തു പിടിപ്പിക്കാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ജ്ഞാനമല്ല. അങ്ങനെ കാശ് കുറേ ചെലവാക്കാൻ, അല്ലെങ്കിൽ മോർഗേജ് എടുത്ത് വീട് മേടിച്ച് കാറ് മേടിച്ച് അടിപൊളിയായിട്ട് നടക്കണം. പക്ഷെ മാസം വരുമ്പോൾ എന്താ, ശമ്പളം കിട്ടുന്ന കാശിൻ്റെ അധികവും മോർഗേജ് അടയ്ക്കാനുള്ളൂ, ഇല്ലേ? നാട്ടിലെ ആൾക്കാരെല്ലാം വിചാരിക്കണം എന്താ, അവനവിടെ എന്തോ ഒരു ഭയങ്കര. അവസാനം അപ്പം എന്ത് ചെയ്യണം, ഈ പ്രാവശ്യം ഓവർ ടൈം ഒന്നും കിട്ടിയില്ല, അപ്പോൾ മോർഗേജ് അടയ്ക്കാൻ പോരാ. അപ്പോൾ ചേട്ടൻ പറയും, നീ ഒരു ജോലിയും കൂടി ചെയ്യും. നേഴ്സാണ് അധികം പേരും. അപ്പോൾ അവർ നൈറ്റൊക്കെ ഒരുപാട് ചെയ്യും. ചിലവർ 6 നൈറ്റ് ചെയ്തിട്ടാണ്, 6 ദിവസമായിട്ട് നൈറ്റ്. എന്നിട്ട് അവർ അതിൻ്റെ ഇടയ്ക്ക് പകൽ വേറൊരു ആശുപത്രിയിൽ ഒരു പാർട്ട് ടൈം ജോലി മേടിക്കും. ചേട്ടൻ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച ദിവസം ഒഴിവാണല്ലോ, പെട്രോൾ പമ്പിൽ പോവാം. അപ്പം അങ്ങനെ പെട്രോൾ പമ്പിൽ ഞായറാഴ്ച ജോലി. അപ്പോൾ കാശ് കുറേ കൂടി കിട്ടി. പെട്ടെന്ന് പെട്രോൾ പമ്പ് പൂട്ടി, പെട്ടെന്ന് ജോലിയുടെ ഇത് മാന്യം വന്നു, പെട്ടെന്ന് ശമ്പളം കുറഞ്ഞു. എന്ന് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്തുകൊണ്ട്? നമ്മൾ ഈ ലോകത്തിലെ എന്തോ വലിയ ഭണ്ഡാരത്തിനെ പ്രതിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത്, അത് എത്ര ആഴ്ച നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. നമ്മുടെ വിചാരങ്ങൾ ഈ ലോകത്തിലുള്ള സമ്പാദ്യങ്ങളിൽ നിന്നും ഇവിടത്തെ നേട്ടങ്ങളിൽ നിന്നും ഇതെല്ലാം വേണം, ഇത് വേണ്ടെന്നല്ല പറയണത്. പക്ഷേ അതിൽ കുടുങ്ങി കിടക്കരുത്. ദൈവത്തിൽ നിന്നുള്ള ദൈവികമായ ജ്ഞാനത്തിന് വേണ്ടി നമ്മുടെ വിശ്വാസം ഉയരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നമ്മൾക്ക് കുറവ് ഒന്നുമുണ്ടെന്ന് തോന്നണില്ല. ഇതല്ലേ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് യേശു രാജകുമാരൻ ആ കാലിത്തൊഴുത്തിൽ പോയി പിറന്നത്? യേശുവിനെ സംബന്ധിച്ച് കാലിത്തൊഴുത്തോ ഹെറോദിയസിന്റെ ഭവനം അതിലും വലിയൊരു കാലിത്തൊഴുത്ത് എന്നല്ലാണ്ട് വേറെ എന്താ വിചാരിക്കുക? സോറി, ഹെറോദിയസിന്റെ അരമന എന്താ വിചാരിക്കുക? ഒരു വലിയ കാലിത്തൊഴുത്ത്. അതിൽ കൂടുതൽ വേറെ വല്ല വ്യത്യാസമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയമാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നക്ഷത്രത്തെയാണ്, ആ ജ്ഞാനത്തെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആരെയും വിചാരിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ ആ ഒറ്റ വചനത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അവിടുന്നെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇത് എൻ്റെ ഉള്ളിൽ എന്ന് പതിച്ചിട്ടുണ്ടോ അന്ന് മുതൽ എനിക്കിത് പറയാണ്ട് എനിക്ക് പറ്റണില്ലല്ലോ. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാണ്ട് പറ്റുന്നില്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഈ ഒരേ ലക്ഷ്യമാണ് എല്ലാം. അപ്പോൾ ആ അറിവ്, ഇനി നമുക്ക് പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ ഭാഗമാണ്. സമയത്രേ 8 മണിക്ക് കൃത്യം ഭക്ഷണം ശരിയാവും. എന്നാൽ നമുക്കതൊക്കെ എന്നാൽ അതൊന്നും പറഞ്ഞു തീർന്നോട്ടെ. ചെറിയൊരു തുടക്കമിട്ടിട്ട് നമുക്ക് പോവാം. ഒന്ന് ഭക്ഷണം റെഡിയാണെന്ന് നോക്കിക്കോ പ്ലീസ്. 8 മണി 8 എന്ന് പറഞ്ഞിരുന്നു പൗലോസ്ലീഹ 3:8, ഫിലിപ്പിയർ 3:8 കേട്ടോ. പെട്ടെന്ന് 8 എൻ്റെ അകത്തേക്ക്. ഫിലിപ്പിയർ 3:8-9 പറയുന്നത് ഇതാണ്, എൻ്റെ കർത്താവ്. അതെന്തോ ഒരു വാത്സല്യത്തോടെയാണെന്ന് പറയുന്നുണ്ടോ. ഈ എവിടെയും പൗലോസ്ലീഹ എൻ്റെ കർത്താവ് എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ, ആ വ്യക്തിപരമായ ഒരു ഭയങ്കര അനുഭവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തുടിപ്പാണ് അതില്ലേ. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വവും
സർവ്വതും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. കണ്ടോ, ഇവിടെയും നമുക്ക് 3 കാര്യം. എല്ലാവരും 3 ഫിംഗേഴ്സ് എടുത്ത്, ഇത് എന്തോരം പ്രാവശ്യം 3 ഫിംഗേഴ്സ് എടുത്തതല്ലേ. ഇവിടെ എന്താണ്? നോയിങ് ക്രൈസ്റ്റ്. എന്താണ്? ക്രിസ്തുവിനെ അറിയുക. ഗെയിനിങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ നേടുക. കേട്ടോ, ക്രിസ്തുവുമായി ഒന്നാകുക. ബി വൺ വിത്ത് ക്രൈസ്റ്റ്. അതാണ് 3 കാര്യം. ബി വൺ വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ ഈ 3 സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിത്യജീവൻ എന്നുള്ളത് സംഭവിച്ചോ? എന്താ നിത്യജീവൻ? ഏകസത്യതയുമായ അങ്ങയെ കുറിച്ചും അങ്ങയച്ച യേശുക്രിസ്തുവിനെ കുറിച്ചും അറിയുക. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമാകയാൽ മറ്റുള്ള, പുള്ളി വളരെ ജ്ഞാനിയായ വ്യക്തിയായിരുന്നു, മറ്റുള്ളവയെല്ലാം ഈ ഉച്ഛിഷ്ടം പോലെ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്താ അതിൻ്റെ അർത്ഥമെന്ന്? ഈ ഉച്ഛിഷ്ടം, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, ആ ഭക്ഷണം വളരെ രുചികരമാണ് ഇല്ലേ? പക്ഷെ അത് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഉച്ഛിഷ്ടമായി മാറുന്നു ഇല്ലേ? ഈ ഉച്ഛിഷ്ടമായി മാറുന്നത് നമ്മൾ കഴിച്ച് ആസ്വദിച്ച ഭക്ഷണം തന്നെയല്ലേ? അപ്പോ അത് നമ്മൾ അതിനൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് പൗലോസ് പറയുന്നത്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഈ നിത്യതയാർന്ന ജ്ഞാനത്തെ, അക്ഷയമായ ജ്ഞാനത്തെ, ഞാൻ അത് കാര്യം ഒന്നും കൂടി പറയാനുണ്ട്. ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. അക്ഷയമായ ജ്ഞാനത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ് അക്ഷയമല്ല മുഴുവനും ഇല്ലേ? നമ്മൾ ആ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ്, അതായത് കെമിസ്ട്രി, ബയോളജി, സയൻസ്, ബോട്ടണി, അതെല്ലാം നമ്മുടെ മനസ്സിലാണ് കയറുന്നത് ഇല്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമോ നമ്മുടെ ആത്മാവിലാണ്. അതാണ് അവിടുത്തെ പ്രധാന വ്യത്യാസം. നമ്മുടെ ആത്മാവിലാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് മരിച്ചാലും ജീവിക്കുന്നത് കൊണ്ട് ഈ യേശുക്രിസ്തുവിനെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബാങ്കിൽ, നമ്മുടെ ഉപയോഗത്തിന് ലഭ്യമാകുന്നു. ഇനി നമ്മൾ ആ 2 ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു വശം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇതാണ്. അത് നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നു. കാരണം അത് അക്ഷയമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇറ്റ് ഈസ് എറ്റേണൽ, അക്ഷയമാണ്. അത് നമ്മുടെ മനസ്സിൽ മാത്രമല്ല ആത്മാവിൽ പ്രവേശിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതിനകത്തൊക്കെ വിദഗ്ധരാണെങ്കിൽ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറ്. ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ ശൈലിയിലെ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് പറയാം. ആ ജ്ഞാനം നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു മിനിറ്റ് കൂടി, നമ്മൾ പഠിക്കുകയാണ്. ഇപ്പം ഞാനും പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. എൻ്റെ മെഷീൻ ഡിസൈൻ പഠിപ്പിക്കുന്ന ആ സാറ് കടന്നു വരുമ്പോൾ ആ ഡോറിൻ്റെ അവിടെ നിന്ന് തന്നെ പുള്ളി പറയാൻ തുടങ്ങും. A machine is a contrivance which convert energy from available form to useful form. ഇത് ദരാജയുടെ പുസ്തകത്തിലെ ആദ്യത്തെ സെന്റൻസ് ആണ്, മെഷീൻ ഡിസൈൻ്റെ ഫസ്റ്റ് സെന്റൻസ്. ഇതെല്ലാ ദിവസവും പുള്ളി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. കാരണം പുള്ളിക്ക് വർഗത്തിലും ഇത് മാത്രമേ പറയാറുള്ളൂ. അത്രയ്ക്ക് അവരുടെ ഉള്ളിൽ ഇത് കിടക്കുകയാണ്. നമ്മളിത് പഠിച്ചാൽ മാത്രമേ മെഷീൻ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എ മെഷീൻ ഈസ് എ കൺട്രൈവൻസ്, ഒരു ഉപകരണം. എന്താ മെഷീൻ്റെ ഉപകരണത്തിൻ്റെ പ്രത്യേകത? ഇറ്റ് കൺവേർട്സ് എനർജി ഫ്രം അവൈലബിൾ ഫോം ടു യൂസ്ഫുൾ ഫോം. ഇപ്പോൾ ഈ ഫാൻ, ഇറ്റ്സ് എ മെഷീൻ.
അതിൻ്റെ അവൈലബിൾ എനർജി എന്താണ്? ഇലക്ട്രിസിറ്റി. പക്ഷെ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് കാറ്റായിട്ട് മാറുന്നു, ഇല്ലേ? ബട്ട് ഇനി ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് എനർജി, ഇപ്പം ഞാനിത് പറയാൻ പോവുകയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ എവിടെയാ കയറുന്നതെന്ന് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ആത്മാവിൽ കയറുന്നുണ്ടോ, മജ്ജയിൽ കയറുന്നുണ്ടോ, മനസ്സിൽ കയറുന്നുണ്ടോ? ശ്രദ്ധിച്ചോ കേട്ടോ. എനർജി cannot be created nor destroyed. Law of conservation of energy. Energy cannot be created nor destroyed. A machine is a contrivance which convert energy from available form to useful form. ഇപ്പോൾ ഇത് ഒരു നോളജാണ്, നോളജ് അബൌട്ട് ദ ക്രിയേഷൻ. ഇനി ഞാൻ നോളജ് അബൌട്ട് ക്രിയേറ്റർ പറയാൻ പോവാം. വേറെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അതും എവിടെ കയറണമെന്ന് ഇപ്പോൾ ശ്രദ്ധിച്ചോ കേട്ടോ. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർ ആരും തന്നെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായി ദൈവം തൻ്റെ മകനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനാണ്. ആ മൂമെന്റ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ അവസാനം പറഞ്ഞത് എവിടെ കയറിയത്? ഇല്ലേ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ കയറുന്നു. ആത്മാവിൽ അത് ശേഖരിക്കപ്പെടുന്നു. എന്നാൽ ആദ്യം പറഞ്ഞത് എവിടെ കയറുന്നു? അത് നമ്മുടെ മനസ്സിൽ കയറുന്നു, നമ്മുടെ ഇന്റലക്റ്റിൽ കയറുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇതും വേണം, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രിയോറിറ്റി എന്തായിരിക്കണം? നമ്മുടെ ആത്മാവിൻ്റെ ജ്ഞാനം. എന്തുകൊണ്ടാണ്? ഈ ആത്മാവിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ that becomes a foundation for the knowledge of the creation. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയാണ് ഈ സകലതും സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ നിറയുന്ന, പാരലായിട്ട് നിറയുകയാണെങ്കിൽ ഇതെല്ലാം വളരെ എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് തന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ആത്മാവിനെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നതിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ, നന്ദി. ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord.